ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റിലെ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്സിൻ്റെ പാർട്ട് 4 ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. ഒരു ബിസിനസ്സിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്, പ്രാഥമിക ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഓൾദോ പ്രോഫിറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ആസ് എ ക്രൈറ്റീരിയൻ ഓഫ് സക്സസ്, ബിസിനസ് മേ നോട്ട് എക്സിസ്റ്റ് ഫോർ ലോങ് വിത്ത് ദ സോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. അതായത് ബിസിനസ്സിൻ്റെ സക്സസ്സിന് പ്രോഫിറ്റ് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യും എന്ന് പറഞ്ഞാലും ലോങ് റണ്ണിലേക്ക് പോകുമ്പോഴത്തേനും പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സോൾ ഒബ്ജക്റ്റീവും കൊണ്ട് മാത്രം ബിസിനസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. As stated by Henry Ford, business is not mere money chasing, but it also should aim at serving the community. അതായത് ഹെൻറി ഫോർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിന് സേവനങ്ങളും കൂടി അനുഷ്ഠിക്കുന്ന ഒന്നാകണം എന്നാണ്. കമ്മ്യൂണിറ്റി ഈസ് റിഗാർഡഡ് ആസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്. സമൂഹത്തെ സേവിക്കുക എന്നുള്ളതും കൂടി ബിസിനസ്സിൻ്റെ ഒരു ലക്ഷ്യമാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് പ്രൈമറി ഒബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞാലും ലോങ് ടേമിലേക്ക് പോകുമ്പോഴത്തേനും പ്രോഫിറ്റ് മാത്രം ഏൺ ചെയ്യുക എന്നുള്ളത് ഒബ്ജക്റ്റീവ് ആകരുത്. പകരം സമൂഹത്തിനെ സേവിക്കുക എന്നുള്ളതും കൂടി ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ബിസിനസ്സിന് പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആദ്യത്തേത് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തേത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, മൂന്നാമത്തേത് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്. ഓരോ ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇൻ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ആർ എക്കണോമിക്. ബിസിനസ്സിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്കണോമിക്കാണ്, സാമ്പത്തികമാണ്. സം ഓഫ് ദ മെയിൻ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ആർ, അതിൽ ചില മെയിൻ ആയിട്ടുള്ള എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏർണിംഗ് ഓഫ് സാറ്റിസ്ഫാക്ടറി പ്രോഫിറ്റ്. അതെ, സാറ്റിസ്ഫൈ ആയിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് ഒരു എക്കണോമിക് ഒബ്ജക്റ്റീവാണ്. എക്സ്പ്ലോറിംഗ് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ക്രിയേഷൻ ഓഫ് മോർ കസ്റ്റമേഴ്സ്. പുതിയ പുതിയ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ഒരു എക്കണോമിക് ഒബ്ജക്റ്റീവാണ്. ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ഓഫ് ദ ഫേം. നമ്മുടെ ഫേമിൻ്റെ ബിസിനസ് ഓപ്പറേഷൻസ് ഗ്രോത്ത് വളർത്തുകയും അതുപോലെ തന്നെ അത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നത് വേറൊരു എക്കണോമിക് ഒബ്ജക്റ്റീവാണ്. മേക്കിംഗ് ഇന്നോവേഷൻസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് സോ ദാറ്റ് കസ്റ്റമേഴ്സ് ഗെറ്റ് ഇംപ്രൂവ്ഡ് ആൻഡ് മോർ എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് വസ്തുക്കളിലും സേവനങ്ങളിലുമൊക്കെ പുതുമകളും മെച്ചപ്പെടുത്തലുകളും വരുത്തുന്നത് വഴി ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക, അതും ഒരു എക്കണോമിക് ഒബ്ജക്റ്റീവ്സാണ്. ഇങ്ങനെ 4 തരത്തിലുള്ള എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുക, പുതിയ മാർക്കറ്റുകളും പുതിയ കസ്റ്റമേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ ഫേമിൻ്റെ ബിസിനസ് ഓപ്പറേഷൻസ് ഗ്രോത്ത് വളർത്തുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൽ ഇന്നോവേഷൻസും ഇംപ്രൂവ്മെൻറ്റ്സും വരുത്തിയിട്ട് കസ്റ്റമേഴ്സിന് അതുവഴി നല്ല ഗുഡ്സ് നല്ല ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. ഇനി അടുത്ത ഒബ്ജക്റ്റീവാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. Social objectives. Business, being a part of the society, has obligations towards the society also. ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണല്ലേ. അതുകൊണ്ട് തന്നെ സമൂഹത്തിനോട് കുറച്ച് ഒബ്ലിഗേഷൻസൊക്കെ വെച്ച് പുലർത്തണം, കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ സമൂഹത്തിനോട് കാണിക്കണം. സം മേജർ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആർ പ്രൊവൈഡിങ് മോർ ആൻഡ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ പീപ്പിൾ ഇൻ ദ കൺട്രി. അല്ല, ബിസിനസ്സൊക്കെ നമ്മൾ ഗ്രോത്ത് വളർത്തുകയും എക്സ്പാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സമൂഹത്തിന് കൊടുക്കണം. സപ്ലൈ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ടു ദ കമ്മ്യൂണിറ്റി. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും അതുപോലെ തന്നെ സർവീസും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. മോശം സാധനങ്ങളൊക്കെ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കാതിരിക്കുക. പ്രൊവൈഡിങ് ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ്. എല്ലാവർക്കും, സാധാരണക്കാർക്ക് പോലും വാങ്ങിക്കാൻ പറ്റുന്ന, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രൈസിലായിരിക്കണം സാധനങ്ങൾ കൊടുക്കേണ്ടത്.
എൻഷുർ ഫെയർ റിട്ടേൺസ് ടു ഇൻവെസ്റ്റേഴ്സ്. നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഫെയർ റിട്ടേൺ തന്നെ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അവോയ്ഡൻസ് ഓഫ് പ്രോഫിറ്ററിങ് ആൻഡ് അൺഫെയർ പ്രാക്ടീസസ്. അതെ, ഒരുപാട് അങ്ങോട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, അമിത ലാഭം, അതുപോലെ തന്നെ അന്യായ വ്യാപാര രീതികളുമൊക്കെ ഒഴിവാക്കണം. അനധികൃതമായിട്ടൊക്കെ ബിസിനസ് നടത്തുന്നതും അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ അവോയ്ഡ് ചെയ്യണം. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പ്രയോറിറ്റീസ്. ദേശീയ താൽപ്പര്യങ്ങളും മുൻഗണനകളും അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം. നമ്മുടെ നേഷൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ബിസിനസ്സിലെ ഓരോ ആക്ടിവിറ്റീസും ഗുഡ്സും സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ്? കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ക്വാളിറ്റി ഗുഡ്സ് കൊടുക്കുക, റീസണബിൾ പ്രൈസിലായിരിക്കണം, ഇൻവെസ്റ്റേഴ്സിന് ഫെയർ റിട്ടേൺ കൊടുക്കുക, ഒരുപാട് പ്രോഫിറ്ററിങ്ങും അൺഫെയർ പ്രാക്ടീസസും അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ നാഷണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് വേണം ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അടുത്തത് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് ആണ്. Human objectives. Business activity is generally carried out through the human objectives of business and may thus take account of economic well-being and employees, social and physiological satisfaction ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സാധാരണയായി മനുഷ്യ ശ്രമത്തിലൂടെയാണ് നടക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ എംപ്ലോയീസിൻ്റെ സാമ്പത്തിക ക്ഷേമവും സാമൂഹികവും മാനസികവുമായ സംതൃപ്തി, മാനവ വിഭവങ്ങളുടെ വികസനം എന്നിവയൊക്കെ ബിസിനസ്സിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ എംപ്ലോയ് ചെയ്യുന്ന ഹ്യൂമൻസിന് വേണ്ട മെൻ്റൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും ഒക്കെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയേ ഉള്ളൂ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. അടുത്തത് ഇനി നോക്കാം എന്താണ്. Business is concerned with production and/or exchange of goods and services with the intention of earning profit. ബിസിനസ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനും എക്സ്ചേഞ്ചുമാണ്, അല്ലേ? അതിൻ്റെ ബിസിനസ്സിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. It states that business is concerned with two aspects, that is production and exchange. ബിസിനസ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? പ്രൊഡക്ഷനും എക്സ്ചേഞ്ചും. ബേസ്ഡ് ഓൺ ദിസ് വി മേ ക്ലാസിഫൈ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻറ്റു 2 categories. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് കാറ്റഗറി ചെയ്യാം. In the first category we can group all the business activities relating to production. ആദ്യത്തെ ഗ്രൂപ്പിൽ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്യാം. Similarly, all the activities relating to exchange may be grouped under the second category. എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് സെക്കൻഡ് കാറ്റഗറിയിലേക്ക് ഗ്രൂപ്പ് ചെയ്യാം. The first category is known as industry while the second category is called commerce. ആദ്യം പറഞ്ഞ കാറ്റഗറി ഏതാണ്? പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ്, അല്ലേ? ആ കാറ്റഗറീനെ നമുക്ക് ഇൻഡസ്ട്രി എന്നും അതുപോലെ തന്നെ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് കൊമേഴ്സ് എന്ന് പറഞ്ഞും ഡിവൈഡ് ചെയ്യാം. ഓക്കെ. Business organization means bringing together various components of business such as workforce, raw materials, machines, capital, energy, etc., putting them on work systematically and coordinating and controlling their activities effectively to achieve the object of earning profit. Business organization എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൻ്റെ പലതരത്തിലുള്ള കമ്പോണൻസിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. അതായത് വർക്ക് ഫോഴ്സ്, മെറ്റീരിയൽ, മെഷീൻ, ക്യാപിറ്റൽ, എനർജി, അതെല്ലാം കൂടി ഒത്തുചേർന്നിട്ട് അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ആക്ടിവിറ്റീസിനെ എല്ലാം എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്തിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന ഒരു
ആക്ടിവിറ്റിയാണ് ഈ ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ബിസിനസ് മേ ബി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ മാൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഫോമിങ് എ പാർട്ണർഷിപ്പ് ഫോം ഓർ ആസ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഓർ ഈവൻ ആസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ബിസിനസ് ചിലപ്പോൾ ഒരാളായിരിക്കാം ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും, അല്ലെങ്കിൽ കുറേ ആൾക്കാർ കൂട്ടം ചേർന്നൊരു പാർട്ണർഷിപ്പ് ഫോം തുടങ്ങിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടായിരിക്കാം ബിസിനസ് റൺ ചെയ്യുന്നത്. Thus, on the basis of ownership and management, we can classify business organization into two categories. ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബിസിനസ് ഓർഗനൈസേഷനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആൻഡ് പാർട്ണർഷിപ്പ് ഫോം മേ ബി കോൾഡ് നോൺ കോർപ്പറേറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ പാർട്ണർഷിപ്പ് ഫോമിനെ നമുക്ക് നോൺ കോർപ്പറേറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. അടുത്ത റിമൈനിങ് 2 കാറ്റഗറീസ് അതേതൊക്കെയാണ്? കമ്പനി ഫോമും കോപ്പറേറ്റീവ് സൊസൈറ്റിയും. അതിനെ നമുക്ക് കോർപ്പറേറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്നും വിളിക്കാം. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് ഓൺ ചെയ്യുകയും മാനേജ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. നോൺ കോർപ്പറേറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷനും കോർപ്പറേറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷനും. നോൺ കോർപ്പറേറ്റിൻ്റെ അടിയിൽ എന്തൊക്കെ വരും? സോൾ പ്രൊപ്രൈറ്റർഷിപ്പും വരും, പാർട്ണർഷിപ്പും വരും. അതുപോലെ കോർപ്പറേറ്റ് ഫോമിൻ്റെ അടിയിൽ എന്തൊക്കെ വരും? കോപ്പറേറ്റീവ് സൊസൈറ്റിയും വരും, അതുപോലെ തന്നെ കമ്പനി ഫോമും വരും. If you are planning to start a business, you should evaluate the merits and demerits of each different business structure and work out which structure suits the requirement. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടൈപ്സ് ഓഫ് ബിസിനസ് ഫോമിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ റിക്വയർമെൻറ്റിന് സ്യൂട്ട് ആകുന്ന സ്ട്രക്ചർ ഏതാണെന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ബിസിനസ് സ്ട്രക്ചർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ലോഫുള്ളി റെക്കഗ്നൈസ്ഡ് ഇൻ എ given jurisdiction and characterized by the legal definition of that particular type. ബിസിനസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ അല്ലേ? അതായത് ചിലപ്പം ലോയുടെ റിക്വയർമെൻറ്റ്സ് വേണ്ട ഓർഗനൈസേഷനും കാണും. അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്ത് ആ ലീഗൽ ഡെഫിനിഷൻ എല്ലാം ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പാണ് ഓരോ ബിസിനസ് സ്ട്രക്ചർ എന്നും പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ബിസിനസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറി. ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ബേസിൽ നമുക്ക് ബിസിനസ്സിനെ പറയുന്ന കാറ്റഗറി ആയിട്ട് തിരിക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി, കോപ്പറേറ്റീവ്സ്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വരുന്ന യൂണിറ്റുകളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. 4 ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്: സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി ആൻഡ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ മെയിനായിട്ട് നോക്കുന്നത് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.